എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു സാധനവും ബമ്പറും ഒക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ മിററിൽ കാണുന്നുണ്ട് രണ്ടുപേർ റോഡിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്നു ഹെൽമെറ്റ് വെച്ച്. അപ്പോൾ സൈഡ് ഒന്ന് ഒതുക്കി. സിസിടിവി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ വ്യക്തമാണ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും ഇരുവശവും നോക്കി പയ്യാണ് വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ബൈക്കിൽ അമിതവേഗതയിൽ എത്തിയ യുവാക്കൾ വണ്ടിയിൽ തട്ടി പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ തന്നെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. ശരിക്കും ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ വാക്കുകളാരും കണ്ടില്ല. ഞാൻ ക്ലബ്ബിൽ നിന്ന് വരുന്നതുകൊണ്ട് വെള്ളം അടിച്ചിട്ട് വരുന്ന ആളാണെന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും അവിടെ ഒരു ട്രോഫി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഞാൻ നേരത്തെ ഉറങ്ങുന്നതാണ്. ഞാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന മാതിരി എല്ലാ വണ്ടിയും പോയാൽ നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് മറ്റേ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നോക്കും. അവിടെ നിന്നുണ്ട് ഈ നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് ഈ വണ്ടി ഭയങ്കര സ്പീഡിലൊന്നും നമ്മുടെ ഇത്രയും ഒരു ഓരോടെ ഫ്രണ്ട് മുഴുവൻ പൊളിച്ചുകൊണ്ടിരുന്ന ദിവസം. ഞാൻ 1% തെറ്റുകാരനില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്കൊരു ഇതുള്ളൂ, അവർക്കൊന്നും പറ്റിയില്ലല്ലോ, ചെറിയ സംഭവങ്ങളെല്ലാം പറ്റിയില്ല. അല്ലെങ്കിൽ ബൈക്ക് വരുന്നത് കണ്ടിരുന്നു, ദൂരെ സ്പീഡിൽ വരുന്നത് കണ്ടിരുന്നു. അങ്ങനെ ഒരു വണ്ടിയെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഈ മെയിൻ റോഡിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ ഒരു വണ്ടിയില്ല. എല്ലാ വണ്ടിയും ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ മുമ്പോട്ട് പോയത്. അവിടുന്ന് വല്ല വണ്ടിയും വരുന്നതെന്ന് അറിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവർ ദൂരം സ്പീഡിൽ വന്നിട്ട് ഇവർക്ക് നിർത്താൻ പറ്റിയില്ല. ഇവർ ഒന്ന് ഇടിച്ച് പൊളിച്ചങ്ങ് പോയി. സ്ഥിരം ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോകാറുണ്ടോ? ഇല്ല, ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ. അല്ല ഫംഗ്ഷൻ ഇത് ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഡിന്നറൊക്കെ ഉണ്ട്. അത് ഞാൻ അതിന് നിന്നില്ല. കാര്യം ഒന്നും ഞാൻ എരിവൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റാത്തതൊന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ ഉറങ്ങുന്നതാണ്. പണ്ട് 10 മണിക്ക്, രാവിലെ 5 മണിക്ക് എണീക്കും. സ്വന്തമായിട്ട് തന്നെയാണ് വാഹനം ഇപ്പോഴും ഓടിക്കുന്നത്. വേറൊന്നുമില്ല, ലോങ് ട്രിപ്പ് പോകുമ്പോഴേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ സ്ലോ ആയിട്ട് ഓടിക്കും. വണ്ടി വളരെ പൊന്നുപോലെ നോക്കുന്നതാണ്. അതിലൊരു പോറൽ വന്നാൽ പോലും എനിക്ക് സങ്കടമാണ്. പക്ഷേ ഇത് വണ്ടിയുടെ ഫ്രണ്ട് മുഴുവൻ പോയി. ഈ അപകടം എന്തായാലും പണ്ടത്തെ ആൾക്കാർ പറയുന്നത് എന്തായാലും സത്യം ഒരു നാൾ തെളിയെന്ന് പറഞ്ഞാൽ ഈ വിഷുവില്ല, ഗവൺമെൻറ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് വെച്ചുകൊണ്ട് എത്ര നിരപരാധികളാണ് രക്ഷപ്പെടുന്നത്. ഈ അപകടം നടന്ന ആദ്യ സമയത്ത് പറഞ്ഞത് നടൻ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ കഴിക്കുന്ന ആളായിരുന്നു. 2024 ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പം നിയമ നടപടികൾ എന്താണ് പറഞ്ഞത്? രക്തസാമ്പിൾ നോക്കണം, എല്ലാവർക്കും നോക്കണം. പിന്നെ ഇപ്പോൾ ഇതൊരു വലിയ തെളിവായി അവർക്ക്. ആരാണ് അവർ പറയാൻ ഞാൻ കൊണ്ടിടിച്ചു എന്നൊക്കെയല്ലോ, ഇത് നിർത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ കൊണ്ട് നിർത്തിയില്ല. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ഒരു കേസ് വേണം. കേസ് വന്നാലല്ലേ അവർക്കും ഇൻഷുറൻസ് കിട്ടുള്ളൂ, എനിക്കും ഇൻഷുറൻസ് കിട്ടുള്ളൂ. ക്ലെയിമൊക്കെ ഉണ്ടല്ലോ. അപ്പം കേസും കാര്യങ്ങളും പോലീസൊക്കെ ചെയ്ത് കറക്റ്റ് പ്രൊസീജിയറാണ്. സിനിമാ നടൻ എന്ന് പറഞ്ഞുള്ള കൺസേഷൻ ഒന്നുമില്ല. രാത്രി ഞാൻ വിളിച്ച് പറയും രാവിലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ശരിയെന്ന് പറയും, എനിക്ക് വയ്യാത്തതുണ്ട്, വീട്ടിലാരുമില്ല, ഡ്രൈവറും ഇല്ല, വേറെ വണ്ടിയില്ല. രാത്രി സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അതും മര്യാദയുണ്ട്, എനിക്ക് ഓടിച്ചു പോകാൻ പറ്റില്ല. അപ്പം പറഞ്ഞു മതി സാർ, രാവിലെ കൊണ്ടുവന്നാൽ മതി. രാത്രി തന്നെ അപകടം ഉണ്ടായ സമയത്ത് തന്നെ സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു. പിന്നെ അത് അറിയിക്കണമല്ലോ. നമ്മൾ അവിടെ വരെ പോകാൻ വണ്ടി പോകുന്നതിന് എനിക്ക് സംശയം. കാര്യം ഫ്രണ്ടൊക്കെ ഇത്രയും പൊളിഞ്ഞ വണ്ടിയില്ല, ഞാൻ നോക്കിയതേ ഇല്ല. അല്ല, ഈ അപകടം നടന്നതിന് ശേഷം അപ്പം താങ്കൾ നേരെ ഓടിച്ച് വാഹനം വീട്ടിലേക്ക് വരിക? അല്ല, വാഹനം നടന്നിട്ട് എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു സാധനവും ബമ്പറും ഒക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ മിററിൽ കാണുന്നുണ്ട് രണ്ടുപേർ റോഡിൽ നിന്ന് ഇങ്ങനെ എണീക്കുന്നു ഹെൽമെറ്റ് വെച്ച്. അപ്പോൾ സൈഡ് ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ ക്ലബ്ബിലെ സെക്രട്ടറി സന്തോഷം ഞാൻ പറഞ്ഞു, മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും ഓടി വന്നു ഒരു എമർജൻസി മെഡിക്കൽ. അപ്പോൾ അവർ തന്നെ ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്തു. എന്നിട്ടാണ് ഞാൻ പോയത്. അത്രയ്ക്ക് എന്നെ കൊണ്ട് എടുത്തൊരാളിനെ പോക്കാനും കിടത്താനൊന്നും ആവില്ല. അവിടെ വാഹനം ഓടിച്ച് നേരെ വീട്ടിലേക്ക് വരുവായിരുന്നു. വീട്ടിൽ വന്നില്ല, വേറെ സ്ഥലത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ തിരിക്കാൻ വൈകിട്ട്. കാര്യം എന്തായാലും രാവിലെ സ്റ്റേഷൻ കൊണ്ടുവിടണമല്ലോ. അല്ല, അപ്പം തന്നെ അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു? അത് പറയണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഹിറ്റ് ആൻഡ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. അല്ല, അപ്പം അങ്ങനെ എൻ്റെ വണ്ടി ഇടിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവരെന്തായിരുന്നു പറഞ്ഞു? അവർക്കൊക്കെ സംശയമായിരിക്കും, നാച്ചുറലി. ഞാൻ ഇടിച്ചെന്നല്ലേ വിചാരിക്കുള്ളൂ. കാര്യം ഒരു ബൈക്ക് ഇതൊരു കാറുണ്ട്. പക്ഷേ ഇത് തന്നെ ഭയങ്കര ഗുണം ചെയ്തു. ഈ ഒരു CCTV സംഭവം വന്നില്ലേ, അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലായി. പലരും എന്നെ എന്താ പറയുക മണിക്കൂറോളം പേജപത്രം ചെയ്ത ചാനലുകളുണ്ട്. അവർ പോലും വിളിച്ചിട്ട് സോറി ചേട്ടാ. ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അപകടം നടന്ന് ആദ്യം പറഞ്ഞത് ഈ വാഹനം നിർത്തിയില്ല, ഒപ്പം തന്നെ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിരുന്നില്ല, അത്ര ഒരു മര്യാദ കാണിച്ചില്ല. പിന്നെ ചിലർ പറഞ്ഞത് വെള്ളം അടിക്കുന്നത് എങ്ങനെ, വെള്ളം അടിച്ചോണ്ടേ ഒരു വയ്യാത്ത ഒരാൾ. എന്നാൽ ഇപ്പം എനിക്ക് അറ്റ് പ്രസൻറ്റ് 10 ദിവസം വീട്ടിൽ എല്ലാവർക്കും ചിക്കൻ ഗുനിയാണ് ഇവിടുത്തെ കൊതുക് കാരണം. അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതാണ്. അതല്ല, ഞാൻ 24 തൊട്ട് ഇത് ഉപേക്ഷിച്ചാലാണ്. കാര്യം ഇത് എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇനി ഈ ജീവിതത്തിൽ ഇത് പാടില്ല എന്ന് പറയുന്നു. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ അങ്ങനെയുള്ളതൊക്കെ എന്നെയൊക്കെ എനിക്ക് അതല്ല മനസ്സിലായത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, പേര് ഞാൻ പറയത്തില്ല, എന്നെ വളരെ സ്നേഹമായിട്ട് വിളിച്ച് ചോദിച്ചു. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. അവരാണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ എന്നെക്കുറിച്ച് മോശമാക്കുന്നത്. ഈ പരിക്ക് പറ്റിയ യുവാക്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? അതങ്ങനെ എനിക്ക് പരിചയമില്ല, എവിടെയാണെന്നല്ല. ഇപ്പോഴാണ് അറിയുന്നത് ഒരാൾ SP-യിലും ഒരാൾ പറഞ്ഞു. അത് ഞാൻ പോയി കാണും അവരെ. അതൊക്കെ മനുഷ്യത്വം, അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് നമ്മളായാലും സുഹൃത്തായാലും നമുക്കാർക്കും നമ്മൾ പോയി നോക്കണം. അല്ല, ആ സമയത്ത് അവരുടെ അടുത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം ഇപ്പോഴും ഉണ്ടോ? അത് കുറ്റബോധമില്ല. എൻ്റെ ഒരു ഭയം ഉണ്ടല്ലോ ആ സമയത്ത്, നിങ്ങൾക്ക് അറിഞ്ഞില്ല. കയ്യും കാലും നിൽക്കുന്ന ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും വലിയ വണ്ടിക്കാരാണ്.
വണ്ടിയെ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും, എനിക്ക് നല്ല അടി കിട്ടുകയെല്ലാം ചെയ്തു. ഞാൻ എന്തിനാ റിസ്ക്? ഞാനൊരു ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിപ്പോയി. അതുകൊണ്ട് ഒരു സാധാരണക്കാരനാണെങ്കിൽ അത്രയും കൊള്ളില്ല. അപ്പോൾ അത് പേടിച്ചു. എനിക്ക് എന്നെ ഒരുപാട് കാര്യങ്ങൾ ഭയമുള്ള ആളാണ്. നിയമത്തിന് മാത്രമല്ല, നിസ്സാര കാര്യങ്ങൾ. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും നമ്മുടെ ചാനലിൽ അത് സംപ്രേഷണം ചെയ്തപ്പോൾ പോലും മുഴുവൻ ദൃശ്യങ്ങളും നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അങ്ങ് തന്നെ മറ്റ് ചാനലുകൾ കണ്ടപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണും, അങ്ങ് ഇറങ്ങുന്ന മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പം പൂർണ്ണമായും ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ നേരം അവിടെ നിന്നും വെയിറ്റ് ചെയ്താണ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ ദൃശ്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. തന്നെ വേറെ ചില കേസുകൾ സ്ത്രീയെ മോശമായിട്ട് സംസാരിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ ന്യൂസ് വേനലൊക്കെ വന്നു. കോടതി ആ കേസ് എഴുതിയില്ലേ, വേണ്ടെന്ന് വെച്ചു. 14 കൊല്ലത്തിന് മുമ്പുള്ള സംഭവം. ഒരു വരി പോലും എഴുതത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒരാളിനെ മെനക്കെടുത്താൽ മാത്രമേ. എന്നെ ഇങ്ങനെ ഈ പറഞ്ഞില്ലേ, പരാസയിൽ ഇപ്പോൾ നിങ്ങൾ 1-2 ചാനലാണ് വന്നത്, ഓരോ മാധ്യമങ്ങളൊക്കെയാണ് മാധ്യമങ്ങൾ ഇത് അമിതമായി അല്ലെങ്കിൽ മാധ്യമങ്ങൾ എഡിറ്റ് ചെയ്തും കാര്യമില്ല. കാര്യം എനിക്കറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഫ്രണ്ട്സ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും പറയുന്നതൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും? അല്ല, അത് അവർ ന്യൂസിന് വേണ്ടി ചെയ്യുന്നതല്ല. എൻ്റെ അടുത്തൊരു വ്യക്തി വൈരാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂസിന് വേണ്ടിയിട്ട് ഏതായാലും നിയമ നടപടികളൊക്കെ സഹകരിച്ച് ഇനിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. അപ്പം പിന്നെ അത് പോകണമല്ലോ, നല്ല അവർക്കും എനിക്കും പ്രയോജനം. ആ പരിക്ക് പറ്റിയ യുവാക്കളെ കാണാൻ പോകുന്നുണ്ടല്ലേ? പോകും, 2 ദിവസം കഴിഞ്ഞിട്ട് അവർ പോസ്റ്റ് ഓപ്പറേറ്റ് അത് കാണും. പോകണമല്ലോ. ശരി, താങ്ക്സ്. അപ്പം ഏതായാലും നടൻ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ന്യൂസ് മലയാളം തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും വാഹനം ഇറക്കുന്നതിന് മുമ്പ് ഇരുവശത്തുമുള്ള വാഹനങ്ങളെല്ലാം തന്നെ വളരെ നേരം നോക്കി പരിശോധിച്ച ശേഷമാണ് നടൻ മണിപ്പിള്ള രാജു വാഹനം റോഡിലേക്ക് ഇറക്കുന്നത്. ഏതാണ്ട് റോഡിന്റെ പകുതി എത്തുമ്പോഴാണ് ഇത്തരത്തിൽ യുവാക്കളുടെ വാഹനം അവിടേക്ക് അമിത വേഗതയിൽ എത്തുന്നതും ഈ വാഹനം കണ്ടെത്തുന്നതും. പക്ഷേ നടൻ തന്നെ വ്യക്തമാക്കുന്നു, ഇപ്പോൾ നമ്മളെടുത്ത് പറഞ്ഞതുപോലെ ഈ അപകടം നടന്ന കാര്യം അപ്പം തന്നെ ട്രിവാൻഡ്രം ക്ലബ്ബിലുള്ള സെക്രട്ടറി വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു എന്നും രാവിലെ തന്നെ പുലർച്ചെ തന്നെ സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാക്കാമെന്നുള്ള കാര്യം പോലീസുകാരെ ധരിപ്പിച്ചിരുന്നു. അവർ അത്തരത്തിൽ അതിന് സമ്മതം പറഞ്ഞു എന്നാണ് ഇപ്പോൾ നടൻ നമ്മളോട് തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുമ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതലുണ്ടായ ചർച്ചകൾക്കെല്ലാം തന്നെ ഒരു ധാരണ വരികയാണ്. ഒപ്പം തന്നെ ഈ പരിക്ക് പറ്റിയ യുവാക്കളെയും നടൻ നേരിട്ട് പോയി സന്ദർശിക്കുന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്.